ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ ചക്ക വറുത്തത്, അതും ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി നന്നായി വിളഞ്ഞിട്ടുള്ള ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വിളഞ്ഞ ചക്ക ആയിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചക്ക വറുത്തതിന്. അപ്പോൾ ആ ചക്ക ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ചക്ക വറുത്തതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും എടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ചക്ക വറുത്തെടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ പാം ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടാകുമ്പോഴേക്കും നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ചക്ക കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. ചക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചട്ടുകം വെച്ച് ഇളക്കുന്ന സമയത്ത് ചെറുതായി ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. തട്ടി നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് വരികയും ഗോൾഡൻ കളർ ആവുകയും ചെയ്യുകയാണെങ്കിൽ ഈ സമയം തന്നെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവയും ഇതുപോലെ ഒന്ന് ഞാൻ വറുത്ത് കോരുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കവറ്റൽ കിട്ടണമെങ്കിൽ നല്ല വിളഞ്ഞിട്ടുള്ള ചക്ക തന്നെ എടുക്കാനായി ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ബാക്കിയുള്ളവയും ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പിയുമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് കുറേ നാൾ വരെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.